വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. AP അനിൽകുമാർ MLAയും PV അൻവറും മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥി നിർണയത്തിലെ തന്റെ അഭിപ്രായം PV അൻവർ AP അനിൽകുമാറിനെ അറിയിച്ചതായി സൂചന. മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ഇരുവരും ചർച്ച നടത്തിയത്. 11:20 ചർച്ച ആരംഭിച്ചത്. കോൺഗ്രസിൽ പ്രധാനമായും 2 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് DCC പ്രസിഡന്റ് VS ജോയിയുടെയും രണ്ടാമത്തേത് KPCC സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിന്റെയും. നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ PV അൻവർ സമ്മർദ്ദം ചെലുത്തിയതായാണ് വിവരം. നിങ്ങളിവിടെ വന്നൊക്കെ നമ്മൾ അറിയില്ലല്ലോ. മലപ്പുറത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ മലപ്പുറം എന്ന് പറയുന്നത്. ഞാൻ വേറെ ആവശ്യം വന്നാൽ അപ്പം അനിലിവിടെ ഉണ്ട്, ഞങ്ങൾ കണ്ട് സംസാരിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ പൊതുവായ രാഷ്ട്രീയം, നിലമ്പൂർ രാഷ്ട്രീയം, നിലമ്പൂർ ഇലക്ഷനാണല്ലോ പരമപ്രധാനമായിട്ടില്ല. രാഷ്ട്രീയക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു സ്വകാര്യ ചർച്ചയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇത്ര സ്ഥലങ്ങളുണ്ട്, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ താങ്കൾക്ക് ഒരു റോളുണ്ട്. അത് അനിൽകുമാർ ആണെങ്കിൽ അവിടെ സംഘടനാപരമായി ചുമതലയുള്ള ആളുമാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നമുക്കൊരു റോളുമില്ല. AP അനിൽകുമാർ MLAക്കാണ് അവിടെ ചാർജ് ഉള്ളതിൽ സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും കൂടുതൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമല്ല UDF ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിജസ്ഥിതിയും എന്താണ് സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തില്ല. അത്തരത്തിലുള്ള സംസാരത്തിൽ അപ്പുറമൊന്നുമില്ല. സ്ഥാനാർത്ഥി സാധ്യതകളൊക്കെ ചർച്ചയായി. അത് ആസ്വാഭാവികമല്ലേ, രാഷ്ട്രീയമല്ല സംസാരം. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ആ ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ അതിൽ ഭാഗമായിട്ട് ചർച്ചകളാവുമല്ലോ. ആര് സ്ഥാനാർത്ഥിയാണോ എന്നുള്ളതിൽ അൻവറിന്റെ അഭിപ്രായം അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സ് ആയിട്ട് കണ്ടാൽ മതി. അല്ല, അതിൽ ഉറച്ചു നിൽക്കുകയെന്നാണ് ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ് ആ വാക്കുകൾ. ആ പത്രസമ്മേളനം, രാജിവെച്ച പത്രസമ്മേളനം എടുത്തു നോക്കിയാൽ കാണാം. അതൊരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് അന്ന് പറഞ്ഞതാണ്. ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. അത് അവർക്ക് തീരുമാനമെടുക്കാം. ഇല്ല, അതൊക്കെ അവർ ചർച്ച ചെയ്യട്ടെ. They will take a decision, അത്രേ ഉള്ളൂ. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും സജീവമാണ്. നിലമ്പൂരിൽ വമ്പിച്ച വിജയം സാധ്യമാകണമെങ്കിൽ VS ജോയി തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാടിലാണ് PV അൻവർ. ഇതിനകത്ത് കോൺഗ്രസ് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കണം. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത്, ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് PV അൻവറിന്റെ അഭിപ്രായം ചോദിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.